വെൽക്കം ബാക്ക്. ഇന്നൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ആമസോണിൽ നിന്നൊരു സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദൈ ഉടുത്തേക്കുന്ന സാരിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. എന്നും വീട്ടിൽ നിന്നല്ലേ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പം വെച്ച് വെളിയിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീടുമായിട്ട് ഒരു 5 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. ഇതൊരു പാർക്കാണ്, വയ്യാങ്കര ചിറയെന്നാണ് കേട്ടോ പറയുന്നത്. ഭയങ്കര അടിപൊളി സ്ഥലമാണ്. വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ലൊരു സ്ഥലമാണ്. ഭയങ്കര ഒരു കാമായിട്ടുള്ള ഒരു പ്രകൃതിയുമായിട്ടാണെങ്കിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. വന്നിട്ട് ഇതൊരു കുത്തനെ ഇറക്കമാണ്. നമ്മൾ ഇറങ്ങി താഴെ പോകണം. മേളിൽ നമുക്ക് കാറും വണ്ടികളൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. സ്കൂട്ടറൊക്കെ വരും കേട്ടോ. 2 വീലേഴ്സൊക്കെ താഴോട്ട് ഇറങ്ങിപ്പോവും. കാറൊക്കെ മേളിലൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എത്താറാവുന്നുണ്ട്. നടന്ന് കുറേ ഇറക്കമുണ്ട്. കുത്തനെ ഇറക്കമാണ്. പക്ഷേ ഇറങ്ങാൻ എളുപ്പമായിരിക്കും, കയറാൻ നല്ല പാടായിരിക്കത്തില്ലേ. അപ്പം ഞാനിവിടെ എൻ്റെ ഹൽദിയുടെയൊക്കെ ഫോട്ടോഷൂട്ട് ഇവിടെ വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. പിന്നെ ഇന്നാണ് പിന്നെ വരുന്നത്. അപ്പം നമ്മളൊരു 4 മണി 4:30 സമയമായി വന്നപ്പോൾ അപ്പം തന്നെ വണ്ടികളൊക്കെ വന്ന് ഫാമിലീസൊക്കെ എത്തി, കപ്പിൾസൊക്കെ എത്തി, കുറേ കുഞ്ഞു പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചിറ വന്നിട്ട്. ഇതൊരു 100 ഏക്കറിൽ ഇങ്ങനെ വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന ചിറയാണ്. അപ്പുറവും ഇപ്പുറവും ഒക്കെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിള്ളേർക്കൊക്കെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു റൈറ്റിലോട്ട് പോകാം, എന്നിട്ട് അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇപ്പുറത്തോട്ട് വരാം. അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, അവിടെ പോയി 2-3 ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ അനിയനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവൻ വന്നില്ല. അവനാണ് എനിക്ക് ഫോട്ടോ എടുത്തു തരുന്നത്. അപ്പം ഞങ്ങൾ ആദ്യമേ എത്തി, അവൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു. അപ്പം കുറച്ചുകൂടെ ചെടികളും കുറച്ച് പ്ലാന്റ്സൊക്കെ വെച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയാവും. അവിടെയൊക്കെ ഇങ്ങനെ പാർക്ക് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ കളർഫുൾ ഗ്രീനറി ഒക്കെ വേണ്ടേ, ചെടികളും പൂക്കളും ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ അടിപൊളിയാകത്തില്ലേ. അപ്പം നമ്മളിങ്ങനെ തപ്പി ഒരു സീറ്റ് ഒപ്പിച്ചിട്ടുണ്ട്. ഈ മുളയുടെ അടുത്ത് തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ചായയും ബിസ്ക്കറ്റും സ്നാക്സും ഒക്കെ കൊണ്ടാണ് വന്നത്. വൈകുന്നേരങ്ങളിൽ സൺസെറ്റ് കാണാമെന്ന ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത് തന്നെ. പക്ഷേ അന്ന് ഭയങ്കര ഇരുണ്ട ഒരു കാലാവസ്ഥയായിരുന്നു. സൺസെറ്റ് അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. വെയിലൊക്കെ ഒന്ന് താന്നിട്ടുണ്ട്, നല്ല കാറ്റും വരുന്നുണ്ട്. ഓരോരുത്തരെല്ലാം ആ മതിലിൻ്റെ അവിടെ പോയി നിൽക്കുക, ആ പടിക്കെട്ടിൻ്റെ അവിടെ. ഞാൻ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന അവസാനം അവരെല്ലാം ഞാൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും റീൽ എടുക്കാനും ഒക്കെ പോയത്. പിന്നെ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ അനിയൻ അപ്പോഴത്തേനും എത്തി കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളിങ്ങനെ പായലാണ്, ഫുൾ പായലിങ്ങനെ കയറിയിരിക്കുകയാണ്. ഇത് ഭാവിയിൽ ടൂറിസ്റ്റ് ഏരിയ ആയിട്ടൊക്കെ വരും, ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. വരട്ടെ എത്രയും പെട്ടെന്ന്. അങ്ങനെ കുറച്ചുകൂടെ അടിപൊളിയാവും ഇവിടെ വരാനും. കുറേ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ വരും. അപ്പം നല്ലതല്ലേ, നല്ലൊരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ വെഡ്ഡിങ് വീഡിയോസ് എടുക്കുന്നുണ്ട്. ഇത് സേവ് ദ ഡേറ്റ് പോലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുമാതിരി സന്ധ്യാസമയം ആവുന്നു, ഒരു 5:30 സമയമൊക്കെ ആവുന്നുണ്ട്. കിളികളൊക്കെ പറന്ന് അവരുടെ കൂട്ടിലേക്കൊക്കെ പോകുന്നു. അപ്പം നമ്മൾ പതുക്കെ അവിടുത്തെ ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെ നടക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ലെഫ്റ്റിലോട്ട് പോകാമെന്ന് പറഞ്ഞു. കാരണം നമ്മളിപ്പോൾ റൈറ്റ് സൈഡല്ലേ കണ്ടത്. ഇനി ഫുഡ് കഴിച്ചിട്ട്, അതായത് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ചായയൊക്കെ കുടിക്കാൻ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വെയിലൊക്കെ അധികം ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ കുറേ വേസ്റ്റൊക്കെ അങ്ങും ഇങ്ങൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ അങ്ങനെ ഇടരുതെന്ന് പറയുക. എനിക്ക് തന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ. അവസാനം ചായയൊക്കെ കുടിച്ചു, കഴിച്ചു, ഒന്ന് ഫ്രഷായി. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയാണെന്ന് കാണണമല്ലോ. ലെഫ്റ്റ് സൈഡിൽ കുഞ്ഞു പിള്ളേർക്കുള്ള ഊഞ്ഞാൽ, സീസോ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിലും അങ്ങനെ എല്ലാവരും വേസ്റ്റ് ബിന്നിൽ ഇടണമെന്നില്ലല്ലോ. അപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ വേസ്റ്റ് കിടപ്പുണ്ട്. ഈ ഒരു കുളത്തിലൊക്കെ വേസ്റ്റ് കിടപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഒരു മതിൽ പോലെ കെട്ടിയേക്കുന്നൊരു സാധനമുണ്ട്. മതിലല്ല, ശരിക്കും ഒരു പടിക്കെട്ടാണ്. അപ്പോൾ അവിടെ കയറി നിന്നു. അങ്ങനെ പതുക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നടക്കുക. നല്ല രസമാണ്. വൈകുന്നേരങ്ങളിൽ വരുമ്പോൾ കുറച്ചുകൂടെ രസമാണ്. അല്ലെങ്കിൽ നല്ല വെയിൽ കേട്ടോ. അല്ലെങ്കിൽ രാവിലെ വരണം. രാവിലെ ഒരു 8 മണിക്കൊക്കെ മുന്നേ വരണം. 8-8:30 9 മണിക്കൊക്കെ മുന്നേ വന്നാൽ കുറച്ച് വെയിലൊക്കെ താന്ന ഒരു ഇത് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ വെയിലായിരിക്കും. പിന്നെ വൈകുന്നേരം ഒരു 5 മണിക്ക് വന്നാൽ മതി. അപ്പം ഞങ്ങളിങ്ങനെ പോവാണ്. കുറേ ബെഞ്ചസൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കുറേ ബെഞ്ചസ് ഉണ്ട്. പിന്നെ കുറേ മുളകളുണ്ട് കേട്ടോ. മുള ഒരുപാടുണ്ട്. അപ്പോൾ ഈ കാറ്റത്ത് ഈ മുള ഇങ്ങനെ അടിക്കുമ്പോൾ നല്ലൊരു സൗണ്ട് അല്ലേ അതിൻ്റെ ഇങ്ങനെ ആടുമ്പോൾ. അപ്പോൾ അതൊക്കെ കേട്ട് നല്ല രസമാണ്. വൈകുന്നേരങ്ങളിൽ വരുന്ന
പറ്റിയൊരു സ്ഥലമാണ്. നമ്മുടെ അടുത്ത് ഇങ്ങനൊരു സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ അടുത്തെന്ന് പറയാം. പിന്നെ കുറച്ചുണ്ട്, അഴീക്കലൊക്കെ ഉണ്ട്, ബീച്ച് ഏരിയാസ് ഉണ്ട്, പിന്നെ ആണെങ്കിൽ കായലിൻ്റെ സൈഡൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെ ഇങ്ങനൊരു സ്ഥലം നമ്മുടെ അടുത്ത് ഇതേ ഉള്ളൂ. ഭയങ്കര രസം തോന്നുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് റീലെടുത്തു, കുറച്ച് വീഡിയോസ് എടുത്തു. അപ്പോൾ ഒരുമാതിരി ഞങ്ങളെല്ലാവരും ക്ഷീണിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് വിട്ടാലോ എന്ന് ആലോചിച്ച് അങ്ങനെ കാറിലൊക്കെ കയറി. ഞാൻ കുഴഞ്ഞു കേട്ടോ, കുറേ നടന്ന് കയറ്റം കയറി ഞാൻ കുഴഞ്ഞു. അന്ന് ഞാൻ ഇറക്കം എളുപ്പമായിരുന്നു, കയറാനായിരുന്നു പാട്. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം കേട്ടോ.